എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് യുഷ്മത് ശബ്ദത്തിൻ്റെ യുഷ്മത് എന്നത് ത്വം എന്ന ആ ഒരു വാക്കിൻ്റെ പ്രാതിപദികം അഥവാ റൂട്ട് ആണ്. ഇതും ദകാരാന്തമാണ്, സർവനാമം ആണ്. സർവനാമം എന്നാൽ അറിയാം എന്ന് വിചാരിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു പേര് പ്രത്യേകമായിട്ട് എടുത്തു പറയാതെ അവൻ, അവൾ, ഞാൻ, നീ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് സർവനാമം. അഹം ഒരു സർവനാമമായിരുന്നു. ഇന്ന് ത്വം എന്നതിൻ്റെ എല്ലാ വിഭക്തിയിലുമുള്ള രൂപങ്ങളാണ്. ത്വം, യുവാം, യൂയം. ത്വാം എന്നതിന് മറ്റൊരു പദം പ്രയോഗിക്കാറുണ്ട്, ത്വാ. യുവാം എന്നതിന് വാം എന്ന് മാത്രവും പറയാറുണ്ട്. യുഷ്മാൻ എന്നതിന് വഹ എന്നും ഉപയോഗിക്കാറുണ്ട്. ത്വയാ യുവാഭ്യാം യുഷ്മാഭിഹി. തുഭ്യം തേ യുവാഭ്യാം യുഷ്മത്. ത്വത് യുവാഭ്യാം യുഷ്മത്. തവ തേ, അവിടെ തേ എന്ന് ഉപയോഗിക്കാറുണ്ട്. യുവയോഹോ വാം യുഷ്മാകം വഹ. ത്വയി യുവയോഹോ യുഷ്മാസു. ഇതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ എന്തായിരുന്നു എന്നൊക്കെ മുൻപുള്ള ക്ലാസ്സുകളിലുള്ള പാഠങ്ങൾ നോക്കിയിട്ട് ഒന്ന് റിവിഷൻ ചെയ്യുക. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾ റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം അത് ഉറച്ചു കിട്ടും. ഇനി ഇന്ന് ഒരു പുതിയൊരു പ്രത്യയത്തെ പരിചയപ്പെടാം. ക്വാച്ച്. അതായത് രണ്ട് കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ ഒന്ന് ചെയ്തിട്ട് മറ്റത് ചെയ്തു എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറയുന്ന സമയത്താണ് ഈ ഒരു ക്വാച്ച് ആ ഒരു പ്രയോഗം വരുന്നത്. ഇവിടെ ബാലഹ ക്രീഡിത്വാ, കളിച്ചു കഴിഞ്ഞിട്ട്, പഠിതും ഇച്ഛതി. അപ്പോൾ ഇവിടെ വന്നത് ക്രീഡ് എന്ന ആ ഒരു ധാതുവിൻ്റെ കൂടെ ക്വാജ് പ്രത്യയം ചേർന്നപ്പോഴാണ് ക്രീഡിത്വ എന്ന് ആയത്. ബാലൻ കളിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാൻ, അവിടെ തുമുൻ പ്രത്യയം വന്നു. പഠിതും ഇച്ഛതി. ഇനി പിതാ ഖാദിത്വ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കാര്യാലയം അഗച്ഛത്, ഓഫീസിൽ പോയി. ഖാദ് പ്ലസ് ക്വാച്ച്, അതാണ് ഖാദിത്വ ആയത്. കർമ്മകാരഹ, ജോലിക്കാരൻ. കാര്യം കൃത്വ, ചെയ്തിട്ട്, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വീട്ടുജോലിയോ അല്ലെങ്കിൽ ഓഫീസ് ജോലിയോ ചെയ്തിട്ട്, ഷേതേ, കിടക്കാൻ പോയി. കൃ അതിൻ്റെ കൂടെ ക്വാച്ച് ചേർന്നപ്പോൾ കൃത്വ, ചെയ്തിട്ട്. ഇനി മാതാ സ്നാത്വ പക്തും ഇച്ഛതി. അമ്മ സ്നാത്വ, കുളിച്ച് കഴിഞ്ഞിട്ട് പാചകം ചെയ്യാൻ, അവിടെ തുമുൻ പ്രത്യയം, അപ്പോൾ പക്തും ഇച്ഛതി. സ്നാത്വ, സ്ന പ്ലസ് ക്വാച്ച്. ഇനി ബാലേ, രണ്ട് പെൺകുട്ടികൾ എന്ന അർത്ഥത്തിലാണ് ബാലേ. ഗീത്വ, പാട്ട് പാടിയിട്ട്, നൃത്യതഃ, ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ ഗീത്വ, ഗൈ പ്ലസ് ക്വാച്ച് ആണ് ഗീത്വ. ഇവിടെ എല്ലാത്തിലും ക്വാച്ച് പ്രത്യയം വരില്ല. കാരണം ഉപസർഗം ചേരുന്ന സമയത്ത്, അതായത് ഉപ എന്നത് ഒരു വാക്കിൻ്റെ ആദ്യം ചേർക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിപ്പൊസിഷൻ എന്ന് പറയും, അതാണ് ഉപസർഗം. അപ്പോൾ ഇത് വരുന്ന സമയത്ത് ഇതേ അർത്ഥത്തിൽ അവിടെ ല്യപ് പ്രത്യയമാണ് ചേർക്കുക. അപ്പോൾ കാര്യം ഉദാഹരണത്തിൽ മനസ്സിലാകും. അതായത് ഇവിടെ ഇപ്പോൾ ആ നീയ, ഇവിടെ നീയ എന്ന് മാത്രമാണ് എങ്കിൽ നീത്വ എന്നാണ് വരിക. അങ്ങനെ ചെയ്തിട്ട്, ആനയിച്ചിട്ട് എന്ന് വരേണ്ടത്. എന്നാൽ ഇവിടെ ആ എന്ന ഉപസർഗം ചേർത്തിട്ട് ആ നീയ എന്ന് വരുമ്പോൾ അവിടെ ക്വാ അല്ല വരിക, ല്യപ് ആണ് വരിക. അപ്പോൾ ആ നീല്യ എന്നതിൽ അവിടെ ല എന്നത് പോയിട്ട് ആനീയ. ത്വം ഗൃഹാത്
പുസ്തകം ആനീയ കൊണ്ടുവന്നിട്ട് ദേഹി തരൂ. അപ്പം അർത്ഥം ഒന്ന് തന്നെയാണ്, അങ്ങനെ ചെയ്തിട്ട്. പക്ഷേ വ്യത്യാസം ഇതാണ്, ഉപസർഗം ചേരുമ്പോൾ അവിടെ ക്വാ അല്ല, അവിടെ ല്യ. അതിൽ ല് എന്നത് സൈലൻ്റ് ആകും, എന്നിട്ട് പിന്നെ യാ മാത്രമേ അവിടെ കാണുള്ളൂ. ഇനി താഴെ മറ്റൊരു ഉദാഹരണം. ഉപ എന്ന ഉപസർഗം, അതിൻ്റെ കൂടെ വിഷ് എന്ന ധാതു ല്യപ്പ് പ്രത്യയമാണ് അപ്പോൾ ചേരേണ്ടത്. അപ്പോൾ ഉപവിശിത്വ എന്ന് പറയില്ല, അതാണ് ഉപവിശ്യ എന്നാണ് പറയുക. അപ്പോൾ തത്ര ഉപവിശ്യ പാഠം പഠതു, അവിടെ ഇരുന്നിട്ട് പാഠം പഠിക്കൂ. അപ്പോൾ നമ്മൾ ക്വാ ആണ് ചേർക്കുന്നതെങ്കിൽ ഉപവിശിത്വ എന്നൊക്കെയാണ്. അപ്പോൾ അത് തെറ്റായ പ്രയോഗമാണ്. ഉപ എന്ന് ഉപസർഗം ചേരുമ്പോൾ അവിടെ ല്യ ആണ്, യാ എന്ന് വരും. ഇനി ഭവാൻ ഗൃഹം പ്രവിശ്യ പൃച്ഛതു, ഇവിടെ പ്ര എന്ന ഉപസർഗം വന്നു, എന്നിട്ടാണ് ധാതു വിഷ് ധാതു വരുന്നത്. അതിൻ്റെ കൂടെ ല്യപ്പ് പ്രത്യയം ചേരുമ്പോൾ പ്രവിശ്യ. അപ്പോൾ ഭവാൻ ഗൃഹം, അങ്ങ് ഗൃഹത്തിൽ പ്രവിശ്യ പ്രവേശിച്ചിട്ട് ചോദിക്കൂ, പൃച്ഛതു ചോദിക്കൂ. അപ്പോൾ ഒരേ പ്രത്യയം രണ്ട് വിധത്തിൽ ഉപയോഗിക്കുന്നതാണ്. ക്വാച്ച് പ്രത്യയമാണ് ഇത് ശരിക്കും, പക്ഷേ അത് ഉപസർഗം വരുമ്പോൾ അവിടെ ല്യപ് ആണ് ചേർക്കേണ്ടത് എന്ന ഒരു വ്യാകരണ നിയമവും കൂടെയാണ് ഇവിടെ ഓർമ്മിക്കേണ്ടത്. ഇന്നത്തെ പാഠം ശ്രീനാരായണ ഗുരുദേവഃ. കേരളദേശേ അനേകേ സമാജ ഉദ്ധാരകാഃ സമാജോദ്ധാരകാഃ ആസൻ. നവോത്ഥാന നായകന്മാർ ഉണ്ടായിരുന്നു. കേരളദേശേ അനേകേ, കേരളദേശേ എന്നത് സപ്തമി, തേഷു അതും സപ്തമി, അതിൽ പ്രഥമഗണനീയഃ ഭവതി ശ്രീനാരായണ ഗുരുദേവഃ. അതിൽ ഒന്നാം സ്ഥാനത്തായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കേണ്ട ഒരാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അയം മഹാനുഭാവഃ, ഈ ഒരു മഹാത്മാവ് അനന്തപുരിയാം, അനന്തപുരിയിൽ സപ്തമി, ചെമ്പഷന്തി എന്നാണ്, കാരണം ഴ എന്ന അക്ഷരം സംസ്കൃതത്തിൽ ഇല്ല, അതുകൊണ്ട് ചെമ്പഷന്തി ഗ്രാമേ ജനിം അലഭത. ഇവിടെ പദച്ഛേദം ജനിം പ്ലസ് അലഭതയാണ്, ജനിമലഭത. അപ്പോൾ ജന്മം ലഭിച്ചു. തിരുവനന്തപുരത്തെ ചെമ്പഴന്തി ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഗുരുദേവസ്യ ഷഷ്ഠി വിഭക്തി, ഗുരുദേവന്റെ ജന്മഗൃഹം ഇദാനീം ഇപ്പോൾ സ്മാരകത്വേന ഒരു സ്മാരകമായിട്ട് പരിപാല്യതേ പരിപാലിക്കപ്പെടുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന ഒരു വാക്യമാണ് ഏകാ ജാതിഹി ഏകോ ധർമ്മഃ ഏകോ ദേവഃ മനുഷ്യസ്യ. ഷഷ്ഠി വിഭക്തി, മനുഷ്യന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഗുരുദേവസ്യ സന്ദേശോയം, സന്ദേശഃ അധികം പ്ലസ് അയമാണ് സന്ദേശോയം. ഇവിടെ ചിലയിടത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് എന്ന പോലെയും ചിലയിടത്ത് എഫ് എന്ന പോലെയും ഒരു ചിഹ്നം കാണാം. അതിൻ്റെ പേരാണ് പ്രശ്ലേഷം. ആ പ്രശ്ലേഷം വരുന്നതിൻ്റെ അർത്ഥം അവിടെ ഒരു അകാരം ഉണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേകമായ ഒരു ചിഹ്നമാണ്, ഈ എസ് എന്ന പോലെ ഒരു ചിഹ്നമാണത്. അത് പ്രശ്ലേഷമാണ്, അവിടെ അകാരം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വായിക്കുമ്പോൾ സന്ദേശോയം എന്നേ വായിക്കുള്ളൂ, പക്ഷെ മനസ്സിൽ അവിടെ അയം ഉണ്ട് എന്ന് കരുതണം. സന്ദേശോയം പ്രസിദ്ധഃ ഏവ, പ്രസിദ്ധമാണല്ലോ. സംസ്കൃത പണ്ഡിതഃ ശ്രീനാരായണ ഗുരുഃ അനേകാൻ ഗ്രന്ഥാൻ, കുറേ ഗ്രന്ഥങ്ങളെ, അപ്പോൾ ദ്വിതീയ വിഭക്തി, വിരചിതവാൻ രചിച്ചിട്ടുണ്ട്. മഹാപുരുഷഃ അയം, ഇവിടെയും പ്രശ്ലേഷം വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ അയം, മഹാപുരുഷഃ പ്ലസ് അയമാണ്. മഹാപുരുഷോയം ദ്വിസപ്തതി തമേ,
സപ്തതി എന്നാൽ എല്ലാവർക്കും അറിയാം, സപ്തതി ആഘോഷിക്കാറുണ്ട്. അപ്പോൾ 70ാമത്തെ വയസ്സ്. ദ്വിസപ്തതി എന്നാൽ 72. 72ാമത്തെ എന്നതിൻ്റെയാണ് ഈ തമേ. ദ്വിസപ്തതി തമേ, 72ാമത്തെ വയസ്സിൽ. ശിവഗിരിയാം, ശിവഗിരിയിൽ. സമാധിം പ്രാപ്തവാൻ, സമാധിയെ ദ്വിതീയ വിഭക്തി പ്രാപ്തവാൻ, പ്രാപിച്ചു. ശിവഗിരിയാം എന്നത് സപ്തമിയാണ്. ഇനി ഇവിടെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ട് ഇവിടെ ഈ ബ്രാക്കറ്റിൽ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബഹുമാന്യനായ ആളുകളെക്കുറിച്ച് പറയാൻ മലയാളത്തിൽ ശ്രീ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം സംസ്കൃതത്തിൽ പറയുന്നതാണ് മഹാശയഃ, ബഹുമാനപ്പെട്ട എന്ന അർത്ഥത്തിൽ. പിന്നെ ച എന്നാൽ അദ്ദേഹവും വും എന്നതിനാണ് ഈ ച എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുഹു രവീന്ദ്രനാഥ ടാഗോർ മഹാശയഃ ച, മഹാശയഃ ആ മഹാത്മാവും, രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ. ഇനി അടുത്ത ഫോട്ടോ ശ്രീനാരായണ ഗുരുഹു മഹാത്മാഗാന്ധി മഹാശയഃ ച. അപ്പോൾ മഹാത്മാഗാന്ധി എന്ന ആ ഒരു മഹാനുഭാവനും. അടുത്തത് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുഹു കുമാരനാശാൻ മഹാശയഃ ച. ഇവിടെ ഗുരുവിൻ്റെ ഫോട്ടോ ഇല്ല, പക്ഷെ ഇത് അയ്യങ്കാളി മഹോദയഃ അല്ലെങ്കിൽ മഹാശയഃ, ചട്ടമ്പി സ്വാമി മഹാശയഃ. അപ്പം അങ്ങനെ നമ്മളൊരു വളരെ ബഹുമാനാർത്ഥം പറയാൻ ഈ മഹാശയഃ എന്നാണ് ചേർത്ത് പറയേണ്ടത്. ഇന്നത്തെ സംസ്കൃത സംഭാഷണം. ഇനി മുതൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പറയേണ്ടി വരുന്ന സംഭാഷണത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഒരാൾ അഡ്രസ്സ് ചോദിച്ചു വരികയാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ എക്സ്ക്യൂസ് മീ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. അപ്പോൾ അതിന് പകരമാണ് ഇവിടെ ഏകഹ, ക്ഷമ്യതാം, വിളിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്ന ഒരാളെ നമ്മൾ ഇടക്ക് വെച്ച് പോയി ചോദിക്കുന്നത് കൊണ്ടാണ് ക്ഷമ്യതാം എന്ന് ആദ്യം തന്നെ പറയുന്നത്. അത്ര രവീന്ദ്രനാഥസ്യ ഗൃഹം കുത്ര അസ്തി. ഒരു ഏരിയയിൽ വന്നിട്ട്, ഒരു സ്ട്രീറ്റിൽ വന്ന് ചോദിക്കുകയാണ്, ഇവിടെ ഈ രവീന്ദ്രനാഥിൻ്റെ വീട് എവിടെയാണ്? അപ്പോൾ ആ ചോദിക്കപ്പെട്ട ആൾ ചോദിക്കുന്നു, കഹ രവീന്ദ്രനാഥ, ആരാണ്? അദ്ദേഹത്തിന് അത്ര ഓർമ്മയില്ല. അപ്പോൾ ആ വന്നയാൾ പറയുന്നു, സഹ വിത്തകോശേ കാര്യം കരോതി. വിത്തകോശം ബാങ്കിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അന്യഹ പറയാണ്, ന സ്മരാമി ഖലു, എനിക്ക് എത്ര അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. തസ്യ പത്രസങ്കേത, അതായത് അഡ്രസ്സ് എഴുതിയ ഒരു കുറിപ്പ് അതുണ്ടോ, അതാണ്. കിമപി അസ്തിവ, അങ്ങനെ വല്ലതുമുണ്ടോ കയ്യിൽ? അഡ്രസ്സ് എഴുതിയതുണ്ടോ? അസ്തിയേവ, ഉണ്ടല്ലോ. അപ്പോൾ അതിലെ അഡ്രസ്സ് വായിക്കുകയാണ്, തൃതീയ ഉപമാർഗ, അതായത് 3ാമത്തെ സ്ട്രീറ്റ്, ഗാന്ധിനഗരം. ഇതാണ് ആ ഒരു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്യഹ പറഞ്ഞു, അഹോ ഏഷഃ ദ്വിതീയ ഉപമാർഗ, നിങ്ങളിപ്പോൾ വന്ന ഇത് സെക്കൻഡ് സ്ട്രീറ്റാണ്, ഇത് 2ാമത്തെ സ്ട്രീറ്റാണ്. ഭവാൻ തസ്മിൻ അനുരഥ്യാം, ഇതിൻ്റെ അപ്പുറത്തുള്ള ആ റോഡിൽ ഗത്വാ, ഇന്ന് നമ്മൾ പഠിച്ച ആ ഒരു പ്രത്യയമാണ് ഗത്വാ, ക്ത്വാ പ്രത്യയം. അപ്പോൾ അവിടെ പോയിട്ട് അന്വേഷയതോ, അവിടെ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. വന്നയാൾ പറഞ്ഞു, ഏവം വാ, ഓ അങ്ങനെയാണോ. കിന്തു തത്ര കിമപി ഫലകം നാസ്തി, അവിടെ ഒരു നെയിം ബോർഡ് ഇല്ല. ഈ സ്ട്രീറ്റ് ഏത് സ്ട്രീറ്റാണ്, അങ്ങനെ ഒരു നെയിം ബോർഡ് ഇല്ലല്ലോ. അസ്തു, ശരി, അഹം തത്ര ഗച്ഛാമി, ഞാൻ എന്നാൽ അങ്ങോട്ടേക്ക് പോകാം, ധന്യവാദഃ, ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ഇന്നത്തെ സുഭാഷിതം, ക്ഷമാ ബലം അശക്താനാം, ശക്താനാം ഭൂഷണം ക്ഷമാ, ക്ഷമാ വശീകൃതി ലോകേ, ക്ഷമയാ കിം ന സിദ്ധ്യതി. അശക്തന്മാരായ ആളുകൾക്ക് ക്ഷമ എന്നത് ഒരു ബലമാണ്. അതായത് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായാൽ നമുക്ക് ആരോടും എതിരിടേണ്ട ആവശ്യം വരില്ല. അപ്പം നമുക്ക് ശക്തിയില്ല, ശരീരത്തിന് ബലമില്ല എങ്കിൽ നമുക്ക് ബലമായിട്ടുള്ളത് നമ്മുടെ ക്ഷമയാണ്. ഇനി ശക്തിയുള്ളവർക്കോ
അവർ വെറുതെ കോപിച്ചാൽ അത് പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും. അതുകൊണ്ട് അവർക്ക് ഭൂഷണമാണ് ക്ഷമ, അവർക്കൊരു അലങ്കാരമാണ്. അപ്പം ശക്തിയുള്ളവർക്ക് ക്ഷമയും കൂടെയുണ്ടെങ്കിൽ അത് അലങ്കാരമാണ്. ക്ഷമാ വശീകൃതി ലോകേ, ക്ഷമ കൊണ്ട് നമുക്ക് ഈ ലോകത്തെ തന്നെ വശീകരിക്കാം. ക്ഷമയാ കിം ന സിദ്ധ്യതി, ക്ഷമ കൊണ്ട് ലഭിക്കാത്തത് എന്താണ് ഉള്ളത്? ക്ഷമ പലപ്പോഴും നമുക്ക് ഒരു നല്ല ആയുധവുമാണ്, നമ്മുടെ ബലവുമാണ്, നമ്മുടെ അലങ്കാരവും ആണ്. ക്ഷമ എന്ന ഒരു ശീലം ഇല്ലാത്തതാണ് ഇന്ന് ഈ ലോകത്തിൽ തന്നെ കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നമുക്ക് ആ പ്രശ്നത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ടാണ് ക്ഷമ എന്നത് വളരെയധികം അത്യാവശ്യമായ ഒരു സദ്ഗുണമാണ്. അങ്ങനെ ക്ഷമയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുഭാഷിതത്തിൽ പറയുന്നത്. ഇന്നത്തെ സംസ്കൃതം ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ധന്യവാദഃ. ശ്ലോക 9. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്ത്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. പദച്ഛേദഃ. അതി ആയാസകരാണി, അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ, കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി. ഭക്തിപഥേ അഥവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപു ബ്രഹ്മ ആഖ്യം, ബ്രഹ്മാഖ്യം അന്യേ പുനഃ ചിത്ത ആർദ്രത്വം ഋതേ, ചിത്താർദ്രത്വം ഋതേ വിചിന്ത്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈഃ. Now Anvaya with meaning. In this shloka also Melpattu says about the importance and easiness of Bhakti Yoga. Ati ayasakarani, demanding great effort, karma patalani, the disciplines of Karma Yoga, Acharya, by performing, Niryanmala, become purified by mind, in your mind. Then Bodhe, Bodhe means Jnana Yoga, the following path of Jnana Yoga. Adhava Bhakti Pathe, and then also for the path of Bhakti, Ujitatam Ayanti. Then you get a qualification for Jnana Yoga or Bhakti Yoga by performing this Karma Yoga. But Melpattur asking, Tavata Kim? What is the use? Because you are spending so much effort for Karma Yoga. So it is wasting the time. And then others, Anye Punaha, others, however, Tarkapathe, Tarkapathe, the path of logical reasoning, Klishtva, of straining. Tarkapathe Klishtva, of straining in the path of logical reasoning. And because of all these, there is no ardratvam in our mind. Ardratvam means melting. So, chitta ardratvam rite. Rite means without. Without melting of the heart by love, Brahma Akhyam Param Tava Vapuhu, your unmanifested aspect known as Supreme Brahman, Vichintya, pondering over, taking lot of time, Bahubhihi, you will get
Janmantaraihi, after many lives, siddhyanti, attain. What is the use? Some people follow the path of Karma Yoga and perform the various disciplines for long and attain mental purity. Of course, it's good, but this only entities them to become fit for the practice of jnana or bhakti yoga. Some others strive hard pondering over the attributeless Supreme Brahman based on logic and reason. They, without melting their hearts in love for you, take a long time to reach their goal of perfection. But by the bhakti, a pure bhakti, the love with Krishna, then it melts our mind. So it's very light. Our mind will be very light. That is better than Karma Yoga and Jnana Yoga. Atyayasakaraani karma padalanyacharya niryanmala bodhe bhakti padhe thava pyujidada mayandi kim tavada Krishna tarkapadhe param tava vapur brahmakyamanye pura chittartrattvamrite vichingya bahubhe siddhyanti janmandaraihi.